നമസ്കാരം. ഒരിക്കൽ ധനികനായ വീട്ടുടമസ്ഥൻ്റെ മകളുടെ വില കൂടിയ വജ്രമാല കാണാതായി. ആരോ മോഷ്ടിച്ചതാണ്. വീട്ടിലെ ജോലിക്കാരെയെല്ലാം ചോദ്യം ചെയ്തു. ഒരു തുമ്പും കിട്ടിയില്ല. ആ ഇടയ്ക്ക് മാത്രം ജോലിയിൽ പ്രവേശിച്ച തോട്ടക്കാരനായ യുവാവിനെയും വീട്ടുടമസ്ഥൻ ചോദ്യം ചെയ്തു. സംശയം തോന്നിയതുകൊണ്ട് അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് അവനോടൊരു വാഗ്ദാനം നടത്തി. വജ്രമാലയെക്കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ, അല്ലെങ്കിൽ അത് തിരികെ കിട്ടുകയാണെങ്കിൽ നിന്നെ ജോലിയിലേക്ക് എടുത്തുകൊള്ളാം. ഇനി നീയാണ് അതിനെക്കുറിച്ച് വിവരം നൽകുന്നതെങ്കിൽ നിനക്ക് കനത്ത ഒരു തുക പ്രതിഫലമായി നൽകുകയും ചെയ്യാം. ആറ്റുനോറ്റ് കിട്ടിയ ഒരു ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ യുവാവ് നടന്ന് ഗ്രാമ അതിർത്തിയിലുള്ള തടാകക്കരയിലിരിക്കുകയാണ്. വെറുതെ കല്ലുകൾ പെറുക്കി വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു. തടാകത്തിൻ്റെ മുകൾ പരപ്പിൽ മാലിന്യമൊക്കെ പാട പോലെ കെട്ടിക്കിടപ്പുണ്ട്. പക്ഷേ കല്ലുകൾ വന്ന് വീഴുമ്പോൾ അത്രയും ഭാഗത്തെ മാലിന്യപ്പാടം മാറിയിട്ട് ഉപരിതലം നന്നായി കാണാം. അങ്ങനെ നോക്കുമ്പോൾ യുവാവിന് അത്ഭുതം തോന്നി. വജ്രമാല പോലെ എന്തോ വെള്ളത്തിൽ കാണുന്നു. ഉടനെ തന്നെ അവൻ ഒരിക്കൽ കൂടെ കല്ലെടുത്തെറിഞ്ഞ് മാലിന്യപ്പാടം മാറ്റി ശ്രദ്ധിച്ചു. അതെ, വജ്രമാല തന്നെ. മാലിന്യം നിറഞ്ഞ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. അവൻ അല്പം മടി തോന്നിയെങ്കിലും കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ ഓർത്ത് അവൻ അതിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ചെന്ന് അടിത്തട്ടിലേക്ക് കൈയിട്ട് പരതുമ്പോൾ മാല കാണാനില്ല. വീണ്ടും അവൻ തടാകക്കരയിൽ കയറി നിന്നിട്ട് നോക്കുമ്പോൾ മാല അവിടെയുണ്ട്. ഇറങ്ങി തപ്പുമ്പോൾ ആ ദുർഗന്ധമുള്ള വെള്ളമാകെ ഇപ്പോൾ ശരീരത്തിൽ പുരണ്ടിരിക്കുന്നു. ഇറങ്ങി നോക്കുമ്പോൾ മാല കാണാനുമില്ല. ഇത് 2-3 ആവർത്തി ആയപ്പോൾ ആകെ വിഷണ്ണനായ യുവാവ് അങ്ങനെ തന്നെ വെള്ളത്തിൽ നിൽക്കുകയാണ്. തടാകക്കരയിൽ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിന്ന ഒരു സന്യാസിയാവട്ടെ യുവാവിനോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ ആ ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി വരൂ, എന്നിട്ട് മുകളിലേക്ക് നോക്കൂ. യുവാവ് അദ്ദേഹം പറഞ്ഞതുപോലെ കരയിൽ കയറി വന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ കൊമ്പിലതാ വജ്രമാല തൂങ്ങിക്കിടപ്പുണ്ട്. പക്ഷികളാരോ കൊത്തിക്കൊണ്ട് വന്നപ്പോൾ കൊമ്പിൽ കുരുങ്ങിയതാണ്. താഴെ വെള്ളത്തിൽ കണ്ടത് വജ്രമാലയുടെ പ്രതിബിംബം മാത്രമായിരുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് ഈ ലോകത്തിലെ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ ആർഭാടങ്ങളിലും ആസക്തികളിലും നാം സന്തോഷം കണ്ടെത്തുമ്പോൾ സംഭവിക്കുന്നത്. അവിടെയൊന്നും നാം കണ്ടെത്തുന്നത് യഥാർത്ഥമായ സന്തോഷമല്ല, സന്തോഷത്തിൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. ഈ ലോകത്തിൻ്റേതായ ചില ആർത്തികളും ആസക്തികളും ഒക്കെ ഏറെ ദുർഗന്ധം വമിക്കുന്നതുമാണ്. എങ്കിലും നമ്മൾ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് അതിലേക്കൊക്കെ ഇറങ്ങാറുണ്ട്, കഴുത്തോളം മുങ്ങാറുമുണ്ട്. പക്ഷേ കിട്ടുന്നത് സന്തോഷമായിരിക്കില്ല. യഥാർത്ഥമായ സന്തോഷവും സ്വസ്ഥതയും കിട്ടണമെങ്കിൽ നാം മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുക തന്നെ വേണം. മുകളിലേക്കെന്ന് പറയുമ്പോൾ ഈശ്വര സന്നിധിയിലേക്ക് തന്നെ. ലോകത്തിൻ്റേതായ ജീവിത വൃത്തിയിൽ നാം വ്യാപൃതരായിക്കോട്ടെ, പക്ഷേ നാം യഥാർത്ഥമായ ശാന്തിയും സ്വസ്ഥതയും അന്വേഷിക്കേണ്ടത് ഈശ്വരൻ്റെ സന്നിധിയിലാണ്. ഈശ്വര കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോഴാണ് യഥാർത്ഥമായ സ്വസ്ഥത, സമാധാനം, സന്തോഷം ഇവ നമുക്ക് ലഭിക്കുന്നത്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.